പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പദ്ധതിയാകുന്നു. നിങ്ങളുടെ നാളെ 1200 വൃശ്ചിക മാസം 11-ാം തീയതി, അതായത് 2024 നവംബർ 26-ാം തീയതി മംഗളവാരം. മംഗളവാരം എന്നാൽ ചൊവ്വ എന്ന ദിവസത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. ജ്യോതിശാസ്ത്രത്തിൽ ചൊവ്വയെ എല്ലാവരും വളരെ ഭയത്തോടു കൂടി കാണുന്നു. എങ്കിലും മംഗളഹ എന്ന വാക്കാണ് ചൊവ്വയുടെ പര്യായമായി പറയുന്നത്. മംഗളം കരോതി ഇതി മംഗളഹ, നല്ല മംഗളങ്ങൾ ചെയ്യുന്ന ആൾ എന്ന ഒരു വിശേഷണം ചൊവ്വയ്ക്കുണ്ട്. കാരണം ചൊവ്വ പലപ്പോഴും സത്വബല പ്രധാനിയാണ്. യുദ്ധത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന ഗ്രഹമാകുന്നു ചൊവ്വ. അതേ രീതിയിൽ ഓജസ്വി, ചുറുചുറുക്ക്, ഏത് കാര്യങ്ങളും ധീരമായി ചെയ്യുന്ന ഒരു ഗുണമുള്ള ഗ്രഹം ജ്യോതിശാസ്ത്രത്തിൽ ചൊവ്വയാകുന്നു. പക്ഷെ പലപ്പോഴും ചൊവ്വ ഓരോ ഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴും അതിൻ്റേതായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കും. ചൊവ്വ വ്യാഴത്തോടുകൂടെ നിൽക്കുമ്പോൾ വളരെ മാന്യനാകുന്നു, അത് അധ്യക്ഷ യോഗമാകുന്നു. അതേ ചൊവ്വ ചന്ദ്രനോടുകൂടെ നിൽക്കുമ്പോൾ അത് ലക്ഷ്മി യോഗമാകുന്നു, സമ്പത്തിൻ്റെ യോഗമാകുന്നു. പക്ഷേ അത് മാതാവിനെ വളരെയധികം ആ യോഗം ക്ലേശിപ്പിക്കും. ചൊവ്വയും ബുധനും കൂടി വരുമ്പോൾ നല്ല വ്യാപാരിയാകും. ചൊവ്വയും സൂര്യനും കൂടെ വരുമ്പോൾ പാപകർമ്മങ്ങളിൽ താല്പര്യം വരുന്നത് കാണാം. ചൊവ്വയും ശനിയും കൂടി വരുമ്പോൾ ദുഃഖാർത്ഥനും അസത്യസന്ധനുമായും ഭവിക്കുന്നതാണ്. ചൊവ്വ ശുക്രനുമായി യോഗം ചെയ്യുമ്പോൾ സ്ത്രീ വിഷയത്തിൽ വളരെയധികം താല്പര്യവും അതിലൂടെ പേരുദോഷവും വളരെ സ്വകാര്യമായി നിഗൂഢമായി സ്ത്രീകളുമായി രമിക്കുന്ന വിഷയത്തിലും വളരെയധികം ഊർജ്ജസ്വലത പ്രകടിപ്പിക്കുന്നു ചൊവ്വ. ഏതായാലും നിങ്ങളുടെ നാളെ ഞാൻ സൂചിപ്പിച്ചു. നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:28 അസ്തമയം വൈകിട്ട് 5:56 നാളത്തെ രാഹുകാലം ചൊവ്വാഴ്ച 3 മണി മുതൽ 4:30 വരെയുള്ള സമയമാകുന്നു. എങ്കിലും പ്രാദേശിക സൂര്യോദയ പ്രകാരം 3:28 മുതൽ 4:58 വരെയുള്ള സമയം നമുക്ക് രാഹുകാലമായി പരിഗണിക്കേണ്ടതുണ്ട്. നാളത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാകുന്നു. അത്തം നല്ല ശുഭമുള്ള നക്ഷത്രമാണ്. പക്ഷേ ഈ കറുത്ത വാവിനോട് അടുത്തുള്ള അത്തം അത്ര ശുഭമല്ല. പലപ്പോഴും അത്തത്തിൽ കാല് എന്നൊക്കെ നാം പറയാറുണ്ട്. അതിനാൽ നാളത്തെ നക്ഷത്രം ശുഭനക്ഷത്രമാണെങ്കിലും ഈ കറുത്തപക്ഷത്തിലെ ഏകാദശി വരുന്ന ദിവസം അത്ര ശുഭമല്ല. നാളെ നിങ്ങൾക്ക് ഏകാദശി വ്രതമെടുക്കാൻ വളരെ നല്ലതാണ്. കറുത്തപക്ഷത്തിലെ ഏകാദശി വളരെ വിശേഷപ്പെട്ട കൃഷ്ണൻ്റെ അനുകൂലമായ വ്രതമെടുക്കേണ്ട ദിവസമാകുന്നു. ഈ മാസം വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ഏകാദശി വരുന്നുണ്ട്. വൃശ്ചിക മാസം വെളുത്ത പക്ഷത്തിലെ ഏകാദശി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗുരുവായൂരെ പ്രതിഷ്ഠ നടന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നത് വൃശ്ചിക മാസത്തിലെ ഏകാദശിയിലായിരുന്നു. സാധാരണ എല്ലാ പ്രതിഷ്ഠാ ചടങ്ങുകളും നിർവഹിക്കുക ഉത്തരായനത്തിലാണ്. ഉത്തരായനം എന്നാൽ മകരം 1 മുതലുള്ള ജനുവരി 14 മുതലുള്ള മിഥുനം 31 വരെയുള്ള സമയമാകുന്നു. ആ 6 മാസമാകുന്നു ഉത്തരായനം. എല്ലാ പ്രതിഷ്ഠകളും നടത്തുക ഉത്തരായന കാലത്താണ്. എങ്കിലും ഗുരുവായൂർ ഏകാദശിയിലായിരുന്നു ഗുരുവായൂർ പ്രതിഷ്ഠ നടന്നത്. അതിനാൽ ഗുരുവായൂർ ഏകാദശി വൃശ്ചിക മാസത്തിലെ ഏകാദശിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. നാളത്തെ ദിനത്തിൽ നിങ്ങൾക്ക് ശുഭാശുഭ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ 10 മുതൽ 11:30 വരെയുള്ള സമയം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കറുത്തപക്ഷത്തിൽ ദുർബലമായ ചന്ദ്രനാണ്. ചന്ദ്രൻ ദുർബലനാണെങ്കിൽ നാം ഭദ്രകാളി, ചാമുണ്ഡി മുതലായ ദേവതകളെയാണ് ആരാധിക്കുക. അതിനാൽ നാളെ ചൊവ്വാഴ്ചയാണ്, അത്തം നക്ഷത്രമാണ്. നിങ്ങൾക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ശത്രുദോഷ വിഷയമുണ്ടെങ്കിൽ ശത്രുസംഹാര കുരുതി വഴിപാടായി നടത്തുക. അല്ലെങ്കിൽ ശത്രുസംഹാര മുട്ട് നിങ്ങൾക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.